Hi guys, I just want to share something with you people. Like when you people want to die, how you people want to die. ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ എവിടെ മരിക്കണം, എങ്ങനെ മരിക്കണം? നമുക്ക് പ്ലാൻ ചെയ്യാം അത്. ഒരു ചെറിയ കാര്യം ഞാൻ ഓർമ്മിച്ചോളട്ടെ. നമ്മൾ ഈ റിട്ടയർമെൻറ്റ് പാർട്ടി കണ്ടിട്ടില്ലേ? വളരെ സന്തോഷമായിട്ട് നമ്മളെ പൂച്ചെണ്ടൊക്കെ തന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കും. ലൈക്ക് നമ്മൾ ഈ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള ആ കോംപ്ലിക്കേറ്റഡ് ഇത് നമ്മൾ പാസ് ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് നമ്മൾക്ക് നല്ലൊരു എന്താ പറയണത്, ഒരു പാർട്ടി വി ഓൾസോ നമ്മളതിന് അർഹരല്ലേ? നമ്മളൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ വീടുകളിൽ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഓൾഡ് ഏജ് പീപ്പിൾസ് ടെർമിനലി ഇല്ലായിരിക്കും. അപ്പോൾ അവർക്ക് വീട്ടിലെ ഈ ഇടയ്ക്ക് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ കണ്ടത്, അവിടെ കുറച്ച് പെറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലും മുടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ അധികം വലിയ വൃത്തിയൊന്നും ഇല്ലാത്തൊരു ചെറിയ മുറിയിൽ എനിക്ക് വളരെ അപകടകരമായി തോന്നിയൊരു കാര്യം, ആ അമ്മ കിടക്കുന്നത് ഒരു പില്ലോ മാത്രമുള്ളൊരു കട്ടിലാണ്. അപ്പം ഇതിൻ്റെ തലയ്ക്കിൽ നിന്നിട്ട് ഫീഡ് കൊടുക്കാൻ വേണ്ടി, ആഹാരം കൊടുക്കാൻ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തലയ്ക്കിൽ നിന്നിട്ടാണ് ഒരാൾ ഫീഡ് കൊടുക്കുന്നത്. അങ്ങനെയാണ് അവരെ ട്രെയിൻ ചെയ്തേക്കുന്നത്. ഇതിനൊക്കെ സേഫായിട്ടുള്ള മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്ന വിധം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു നദിയുടെയോ പുഴയുടെ, എൻ്റെ ആഗ്രഹം പറയാൻ എനിക്ക് റൈറ്റുണ്ട്. ഒരു ചെറിയ വീട്, ആ വീട്ടിൽ ജനലൊക്കെ ഉള്ള, കാറ്റൊക്കെ കയറുന്ന ഒരു മുറി, തലയും കാലും പൊക്കി വെക്കാൻ പറ്റുന്നൊരു കട്ടിൽ. അതെന്തിനാണെന്ന് പിന്നെ ഞാൻ പറഞ്ഞു തരാം. കുറച്ച് അത്യാവശ്യം വേദനയുള്ള എന്തെങ്കിലും അസുഖം കൊണ്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നതെങ്കിൽ, വേദന ജീവിതത്തിൽ എന്തും എനിക്ക് സഹിക്കാൻ പറ്റും, പക്ഷെ വേദന എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ വേദനയ്ക്കുള്ള വേദന സംഹാരികളും, അതിലേറെ ഉപരി എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ വേദനകൾ മനസ്സിലാക്കുന്ന, എൻ്റെ ചെറിയ ഇമോഷൻസ് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ എൻ്റെ കൂടെ ഉണ്ടാവണം. അതും എൻ്റെ ഒരു ആഗ്രഹമാണ്. ഇത് പണ്ട് സിസിലി സാൻഡേഴ്സ് കേട്ടപ്പോഴാണ് പാലിയേറ്റീവ് കെയർ ഉണ്ടായത്. അതായത് ടെർമിനലി ഇൽ പേഷ്യൻറ്റിൻ്റെ അടുത്ത് മാഡം ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യമെന്ന് ചോദിച്ചപ്പോൾ ഇതായിരുന്നു ആ പേഷ്യൻ്റ് പറഞ്ഞ. ആ മറുപടിയിൽ നിന്നാണ് പാലിയേറ്റീവ് കെയർ എന്ന വാക്കുണ്ടായതെന്ന് എവിടെയോ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മരിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഇങ്ങനെ കാറ്റും വെളിച്ചവുമുള്ളൊരു മുറിയിൽ, അത്യാവശ്യ വേദന സംഹാരികളും, ആവശ്യമെങ്കിൽ ഉപയോഗിക്കാൻ കുറച്ച് ഓക്സിജൻ, ആവശ്യമെങ്കിൽ മാത്രം. പിന്നെ സ്വത്തിൻ്റെ തർക്കങ്ങളില്ല, അതൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്നാലും ആ മുറിക്കുള്ളിൽ അധികം ബഹളങ്ങളും ഒന്നുമില്ലാതെ, ഐ ലവ് മ്യൂസിക്, പാട്ടൊക്കെ കേട്ട് എനിക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ, ബിക്കോസ് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് നമ്മളൊരു ക്രോണിക് ഇൽനെസ് ഉണ്ട്, നമ്മുടെ ഡേയ്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നെങ്കിൽ ഐ വിൽ പ്ലാൻ ലൈക്ക് ദാറ്റ്, അതുപോലെ പ്ലാൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഓരോ ഓൾഡ് ഏജ് വയസ്സായ ആൾക്കാർ, അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാക്സിമം വർക്ക് ചെയ്യുക. റിട്ടയർമെൻ്റ് ഒന്നൊരു പ്ലാനേ ഉണ്ടാവരുത്. എൻ്റെ അച്ഛൻ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് ആൾക്കാർ ഇറിറ്റേറ്റഡ് ആയിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ വയസ്സാം കാലത്ത്? എൻ്റെ അച്ഛന് 3 പ്രാവശ്യം സ്ട്രോക്ക് വന്നു. ഒരു ആൻജിയോപ്ലാസ്റ്റി ഒക്കെ കഴിഞ്ഞതാണ്. അപ്പോൾ ഞങ്ങൾ 3 നേഴ്സുമാരും കൂടെ എടുത്ത തീരുമാനമാണ്, അച്ഛൻ ഒരിടത്ത് ഇരിക്കാൻ, എണീറ്റ് നടക്കാൻ പറ്റുന്നത് വരെ അച്ഛൻ ജോലി ചെയ്യട്ടെ. നൗ 78 ഇയേഴ്സ്, ഒരു സന്തോഷമായിട്ട് ഇപ്പോഴും നടന്ന് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പുള്ളിക്ക്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടുള്ളൊരു ഉപദേശം എന്ന് വെച്ചാൽ, പറ്റുന്നവരെ ഒരു റിട്ടയർമെൻറ്റിലേക്ക് പോവാതിരിക്കാം. ഇനി ഇത്രയും സമൂഹത്തെയും കുടുംബത്തെയും സേവിച്ച ഒരാൾ മരിക്കാറാവുമ്പോൾ നമ്മൾ അവർക്ക് നല്ലൊരു യാത്രയയപ്പ് തന്നെയല്ലേ നൽകേണ്ടത്? അവർക്ക് വൃത്തിയുള്ളൊരു റൂം നൽകണം, അവരുടെ മുമ്പിൽ നമ്മൾ പ്രശ്നങ്ങൾ ഒഴിവാക്കണം, അവരെ മനസ്സിലാക്കുന്ന ഒരാളുണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ ആകെ എല്ലാവരെയും ഭയപ്പെടുത്തുന്നത് ഈ കിടക്കുന്ന ഒരാളെ എങ്ങനെ നമ്മൾ പരിചരിക്കും.
ലൈക്ക് അവരുടെ തല ഇങ്ങനെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കും, കണ്ണെങ്ങനെ വൃത്തിയായി സൂക്ഷിക്കും, ഓറൽ കെയർ വായ എങ്ങനെ വൃത്തിയായി സൂക്ഷിക്കും, സ്പഞ്ച് ബാത്ത് ബോഡി കെയർ എങ്ങനെ കൊടുക്കും, ഫീഡ് എങ്ങനെ കൊടുക്കും. ഫീഡിൻ്റെ കാര്യത്തിലും ഒരു കൺഫ്യൂഷനുണ്ട്. പലയിടത്തും നമുക്ക് ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എൻ്റെ അച്ഛന് വയറ് നിറച്ച് ആഹാരം കൊടുക്കണം. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ 88, 90s ആയ ആൾക്കാർ, കട്ടിലിൽ കിടക്കുന്ന ആൾക്കാർ 2000 ml ഫ്ലൂയിഡൊക്കെ കൊടുത്തിട്ട് ആ ഫ്ലൂയിഡ് കൊണ്ടോ ഫുഡ് കൊണ്ടോ എന്ത് ചെയ്യാനാണ്? അത് പിന്നെ സെക്രീഷൻസ് ആയിട്ടും ആകെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സംശയങ്ങൾ നിങ്ങൾ അടുത്തുള്ളൊരു പാലിയേറ്റീവ് കെയറിനെ ടീമിനെ സമീപിച്ച് കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾക്ക് കറക്റ്റായ ആൻസർ തരാൻ പറ്റും. പിന്നെ കിടക്കുന്നവരുടെ ബെഡ്ഷീറ്റ് എങ്ങനെ മാറ്റണം, ഇവരുടെ പുറം പൊട്ടാതെ എങ്ങനെ നോക്കണം, പിന്നെ മോഷനും യൂറിനും അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ എന്ത് ചെയ്യണം, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം ഇതിനെല്ലാം ആൻസർ ഒരു പാലിയേറ്റീവ് കെയർ നഴ്സിനും പാലിയേറ്റീവ് കെയർ ഡോക്ടറും അടങ്ങിയ ഒരു ടീമിന് നിങ്ങൾക്ക് ആൻസർ തരാൻ പറ്റുന്നതാണ്. പല വീടുകളിലും ഞാൻ കണ്ടത് കുഴഞ്ഞ് പരിഭ്രാന്തരായി നിൽക്കുന്ന ആൾക്കാരെയാണ്. എങ്ങനെ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നറിയില്ല. ആൻഡ് എനിക്ക് പറയാനുള്ളത്, ഇത്രയും കാലത്തെ നീണ്ട സർവീസിനും ഒടുവിൽ വിശ്രമിക്കുന്ന അല്ലെങ്കിൽ ടെർമിനൽ ഒരു ഡിസീസുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ദയവ് ചെയ്ത് നമ്മൾക്ക് വൃത്തിയുള്ള ഒരു മുറി ഒതുക്കാം, അത്യാവശ്യത്തിന് ഭക്ഷണം നൽകാം, സംരക്ഷിക്കാൻ കമ്പാഷനേറ്റായ കരുണയുള്ള ഒരാളെ ഏൽപ്പിക്കാം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ, ആ സമയത്ത് നമുക്ക് വേദനയുണ്ടാവും, ശ്വാസം മുട്ടലുണ്ടാവും, നമ്മൾ പരിഭ്രാന്തരായിരിക്കും. മരണം, അതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച്, നമ്മൾ ഇത്രയും നാൾ ജീവിച്ചിരുന്ന ലോകത്തെ വിട്ടിട്ട് നമ്മൾ എവിടേക്കോ പോവുകയാണ്. അപ്പം നമ്മുടെ മാനസികാവസ്ഥ ആ സമയത്ത് നമ്മളൊരു ഇടുങ്ങിയ മുറിയിലോ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ മക്കളൊന്നും നമ്മളെ ശ്രദ്ധിക്കാതെയോ വേറെ ആരും നോക്കാനില്ലാതെയോ ഒക്കെ നമ്മൾ മരിക്കുവാണെങ്കിൽ അത് നല്ലതാണോ? അതവർക്ക് നമ്മൾക്ക് കൊടുക്കുന്ന ഒരു നല്ല യാത്രയയപ്പാണോ? ഒരു നല്ല യാത്രയയപ്പ് ഭൂമിയിൽ ഇത്രയും കാലം ജീവിച്ചിരുന്ന ഒരാൾക്ക് ആവശ്യമല്ലേ? അങ്ങനെയെങ്കിൽ വീട്ടിൽ വെച്ച് നമുക്ക് എങ്ങനെ ഒരു നല്ല യാത്രയയപ്പ് കൊടുക്കാം എന്നുള്ളതിനെ പറ്റി ചെറിയ ചെറിയ വീഡിയോസുമായിട്ട് ഇടയ്ക്ക് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ പാലിയേറ്റീവ് കെയർ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്നാലാവും. ഞാനൊരു നേഴ്സാണ്. പക്ഷെ പിന്നെ എപ്പോഴോ എനിക്ക് തന്നെ പാലിയേറ്റീവ് കെയർ ആവശ്യമായി വന്നപ്പോൾ ഞാൻ എൻ്റെ തന്നെ സന്തോഷം കണ്ടെത്തിയപ്പോൾ കുറച്ച് മറ്റുള്ളവരുടെ കാര്യത്തിൽ നിന്ന് ഞാൻ പുറകോട്ട് വന്നു. ഇപ്പോൾ വീണ്ടും ഞാൻ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും,